ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുമസിനോടടുത്ത നാളുകളിൽ സമ്മാനങ്ങൾ കൈമാറുന്ന തിരക്കിലാണ് നമ്മൾ. ഒത്തിരി ആഘോഷങ്ങൾ, ഒത്തിരി രാവുകൾ ആനന്ദപ്രദമാക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നു പിറന്ന ദൈവത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ മാനസങ്ങൾ തുറക്കുന്ന സമയം. ഇന്ന് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വചനഭാഗങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ സമ്മാനം കൈമാറുന്ന 2 വനിതകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എലിസബത്തിനെ സന്ദർശിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം. അപ്പോൾ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുവാനുള്ള ഈ ഭാഗ്യം എവിടെ നിന്ന് എന്ന് എലിസബത്ത് മറിയത്തെ നോക്കി ഉദ്ഘോഷിക്കുമ്പോൾ മറിയം ദൈവം നൽകിയ ദാനത്തെ പ്രതി നന്ദി പറയുകയാണ്. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദൈവമാണ് നമുക്ക് സകലതും സമ്മാനിക്കുന്നത്. ദൈവം തരുന്ന സമ്മാനത്തെ മറ്റുള്ളവരിലേക്ക് നമ്മൾ കൈമാറുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയിലേക്ക് ആത്മാവ് മാംസം ധരിക്കുവാനുള്ള ചൈതന്യമായി കടന്നു വന്നപ്പോൾ അവൾ സേവന വ്യഗ്രത കൊണ്ട് അമ്മായിയായ എലിസബത്തിനെ സന്ദർശിക്കുവാനായി തിടുക്കത്തിൽ പോകുന്നു. അവളിലുള്ള പരിശുദ്ധാത്മാവ് എലിസബത്തിലെ ഗർഭസ്ഥ ശിശുവിലേക്ക്, സ്നാപക യോഹന്നാനിലേക്ക് കടന്നു ചെല്ലുന്നു. അപ്പോൾ ഈ മറിയം കൊണ്ടു ചെന്നത് സേവനമാണ് എങ്കിൽ ആ സേവനത്തിൽ ആനന്ദം പൂണ്ട എലിസബത്ത് പറയുന്നു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നീ ഭാഗ്യവതിയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്നാപക യോഹന്നാൻ ഉദരത്തിലെ ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടുന്നു. പ്രിയമുള്ളവർ, ഈ പ്രകാരം നമുക്ക് സമ്മാനങ്ങൾ കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ള നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെയും ദാനങ്ങളെയും എല്ലാം നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ഒരു സുരഭില ക്രിസ്തുമസ് സന്തോഷത്തിലാകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.